അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, എന്നാൽ അതിനേക്കാൾ മുന്നറിയിപ്പുമായ ഒരു വിഷയം തന്നെയാണ്. അവസാന കാലത്തിലെ വലിയ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം വരുന്നതിന് മുമ്പ് ചില വലിയ ലക്ഷണങ്ങൾ ഉണ്ടാവും. അവ കാണുമ്പോൾ മനുഷ്യർ ഭീതിയിലാകും. ലോകം അവസാനത്തിലേക്ക് നീങ്ങുമെന്ന് അവർ തിരിച്ചറിയും. സ്വഹീഹ് മുസ്ലിം. വലിയ ലക്ഷണങ്ങളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ദജ്ജാലാണ്. അവൻ ഒരു ഒറ്റക്കണ്ണുള്ളവൻ, അൽ മസീഹ് ദജ്ജാൽ എന്നാണ് അവനെ വിളിക്കുന്നത്. പ്രവാചകൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിനേക്കാൾ വലിയൊരു പരീക്ഷണമില്ല. അവൻ നബികാലം മുതൽ കാത്തു നിൽക്കുന്ന ഒരു മഹാപരീക്ഷയാണ്. സ്വഹീഹ് ബുഖാരി. ദജ്ജാലി മനുഷ്യരെ കമ്പിളിപ്പിക്കും, മഴ വരുത്തി കാണിക്കും, മരിച്ചവനെ ജീവനോടെ കാണിക്കും, സ്വർഗവും നരകവും കാണിക്കും. പക്ഷെ അതെല്ലാം ഒരു വിദ്യയാണ്. യഥാർത്ഥത്തിൽ അവൻ ഒരു കള്ള മസീഹാണ്. മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം: സൂറത്ത് അൽ കാഫിൻ്റെ ആദ്യ 10 ആയത്തുകൾ പഠിക്കുക. ദജ്ജാലിൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുക. മദീനയിലോ മക്കയിലോ അവൻ അടക്കില്ല എന്നാണ് പ്രവാചകൻ നബി തങ്ങൾ പറഞ്ഞത്. ദജ്ജാലിൻ്റെ കാലത്ത് ഭൂമി ഇരുണ്ടതായിരിക്കും. അന്ന് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈസാ നബി അലൈഹിസ്സലാമാണ്. അവൻ ഷാമിൽ ഇറങ്ങും, അതായത് ഇന്നത്തെ സിറിയ. വെള്ള വസ്ത്രം ധരിച്ച് ഇരുവശത്തും 2 മാലാഖമാരോടൊപ്പം. അവൻ്റെ ലക്ഷ്യം ദജ്ജാലിനെ കൊല്ലുകയും നീതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ ലൂത്ത് എന്ന സ്ഥലത്ത് നിന്ന് വധിക്കും. തുടർന്ന് അവൻ ഈസാ നബി അലൈഹിസ്സലാം 40 വർഷം ഭൂമിയിൽ ജീവിച്ച് നീതി നിറഞ്ഞ ഭരണം നടത്തും. ദജ്ജാല് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് മറ്റൊരു ഭയാനകമായ സംഭവം ഉണ്ടാവുക. അതായത് യജൂജ് മജൂജ് എന്ന 2 ജാതികൾ തടങ്കലിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അവർ ദുൽഖിനർ പണിത മതിൽ തകർക്കും. ഭൂമിയിലെ മുഴുവൻ വെള്ളവും അവർ കുടിച്ചു തീർക്കും. അവരുടെ എണ്ണം അത്രയും കൂടുതലായിരിക്കും, മലയോളം ജനങ്ങൾ. മനുഷ്യർ ഭയന്ന് മലമുകളിൽ അഭയം തേടും. ആ സമയം ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു യജൂജ് മജൂജിനെ നശിപ്പിക്കും, അവരെ തട്ടിമാറ്റാനുള്ള ഒരു പുഴുവിനെ രോഗം മൂലം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്ത് 3 വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകും. ഒന്ന് കിഴക്ക് ഭാഗത്ത്, ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത്, മറ്റൊന്ന് അറേബ്യയിൽ നിന്ന്. സ്വഹീഹ് മുസ്ലിം. ഈ ഭൂചലനങ്ങൾ മനുഷ്യരെ ഞെട്ടിക്കും. നഗരങ്ങൾ മുഴുവൻ തകർന്നു പോകും. അത് ലോക പൂർണ്ണമായി വ്യവസ്ഥയിലാകും. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അവർ ആകാശത്തിൽ നിന്ന് ഒരു പുക വരുന്നത് കാത്തിരിക്കുന്നു. അത് മനുഷ്യരെ പൊതിഞ്ഞുകൂടും. സൂറത്തുൽ അദ്ദുഖാൻ 10-ാമത്തെ ആയത്ത്. ഈ പുക ആകാശം മുഴുവൻ മൂടും. വിശ്വാസികൾക്ക് അത് ചെറുതായിരിക്കും, പക്ഷേ കാഫിറുകൾക്ക് അത് നല്ല വേദനയും കണ്ണ് കത്തിക്കും, ശ്വാസം മുട്ടിക്കും എന്നൊക്കെ ഉണ്ടാവും. ഇതാണ് അവസാന കാലത്തിലെ ഏറ്റവും നിർണായകമായ ലക്ഷണം. ഒരു ദിവസം സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും. അന്ന് മനുഷ്യർ വിശ്വസിക്കാൻ ശ്രമിക്കും, പക്ഷേ ഇനി പ്രയോജനപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം തൗബയുടെ വാതിൽ അടഞ്ഞിരിക്കും. പ്രവാചകൻ നബി തങ്ങൾ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതുവരെ തൗബ സ്വീകരിക്കപ്പെടും. അതിനുശേഷം ആരുടെയും തൗബ സ്വീകരിക്കപ്പെടില്ല എന്നാണ്. അവസാന കാലത്ത് ഒരു ഹബഷൻ ആൾ കഅബയെ തകർക്കും. അതുവരെ ഹജ്ജും ഉംറയും അവസാനിക്കും. മക്കയും മദീനയും മനുഷ്യരില്ലാത്ത നഗരം പോലെ ആയിരിക്കും. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമൻ ഭാഗത്ത് നിന്ന് ഒരു തീ ഉയരും. അത് മനുഷ്യരെ കൂട്ടത്തോടെ ഒത്തുചേരുവാൻ പ്രേരിപ്പിക്കും. സ്വഹീഹ് ബുഖാരി. ആ തീ ആളുകളെ മഹാശ്രദ്ധസ്ഥാനത്തേക്ക് നയിക്കും. അവിടെ നിന്നാണ് ഖിയാമത്ത് സംഭവിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇവയാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പായി പ്രത്യക്ഷപ്പെടുന്ന വലിയ ലക്ഷണങ്ങൾ.
ഇവയെല്ലാം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് മുന്നറിയിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടതിൻ്റെ. ഇന്ന് തന്നെ നമ്മൾ ചോദിക്കാം, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ തൗബ ചെയ്തിട്ടുണ്ടോ? ഞാൻ അവസാന ദിനത്തിനായി തയ്യാറാണോ? മഹാദിവസം അപ്രത്യക്ഷമായി വരും. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റണം. ആരും നാളെയെക്കുറിച്ച് എന്തറിയുന്നില്ല, ആരും എവിടെ മരിക്കും എന്നറിയുന്നില്ല. സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്ത്. ഇത് കാണുന്ന എല്ലാ സഹോദരിമാരും ഈ വീഡിയോ ഷെയർ ചെയ്യൂ, മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകട്ടെ. അല്ലാഹു നമ്മെ സത്യത്തിൽ ഉറച്ച് നിൽക്കുമാറാവട്ടെ. ആമീൻ.